ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു മലയുടെ മുകളിൽ നമ്മളെല്ലാവരും കൂടെ ഒരു ഏറുമാടം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ട നമ്മുടെ എല്ലാ മച്ചന്മാരും കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു ഏറുമാടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ഒരു നൈറ്റ് സ്റ്റേ അടിക്കാൻ പോവാണ്. ഏറുമാടത്തിന്റെ പ്രത്യേകതകളും ആ ഒരു ഏരിയന്റെ പ്രത്യേകതകളും എല്ലാം നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഷുഹൈബ് മച്ചാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജിൽഷാദ് മച്ചാനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പരിപാടി ജിൽഷാദ് മച്ചാനെ പൊക്കലാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ നമ്മളെ ജിൽഷാദ് മച്ചാനെ പൊക്കാനുള്ള പോക്കിലാണ്. പുള്ളിയുടെ വീട്ടിൽ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിന്ന് പോകുന്ന ഒരു ഏറുമാടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മലയുടെ ടോപ്പിലാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഏറുമാടത്തിന്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ കറക്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആയിരുന്നു നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് വരും, എന്നാൽ ഞങ്ങളത് അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ജിൽഷാദ് മച്ചാനെ പൊക്കിയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിതാ ജിൽഷാദ് മച്ചാൻ്റെ വീട്ടിലെത്തിന്. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് 2 ക്യാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഷുഹൈബ് മച്ചാൻ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിനെ കൂട്ടിയിട്ട് നമുക്ക് പോകണം. ഇതാ പുള്ളിയുടെ ഫാമിലി ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ എടുക്കാൻ വന്ന ആള്. പുള്ളി എന്തൊക്കെയോ പാക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ, ടോർച്ച്, ഒരു പുതപ്പ് എന്തെങ്കിലും എടുത്തോ, നല്ല തണുപ്പുണ്ടാവും. എടുത്തോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മേലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡിനും ഒരു രക്ഷയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വാട്ടർ ക്യാനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ജിൽഷാദ് മച്ചാൻ ഫുഡ് വാങ്ങിയിട്ട് ഇപ്പൊ തിരിച്ചു വരാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഏറുമാടത്തിലോട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടുന്ന് ശരിയാക്കാം. ഓക്കെ, പുള്ളിക്കാരൻ ഓടി വരുന്നുണ്ട്. പുള്ളി കയറിയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലോട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ ഇതുവഴി ഇങ്ങനെ മേലോട്ടാണ് കയറി പോകേണ്ടത്. ഈ മലയുടെ മേലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴിയാണ് കയറി പോകാം. അപ്പൊ നമുക്കിവിടെ രാത്രി നിൽക്കാനുള്ള സാധനങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്, ഡിക്കിക്കകത്തുണ്ട്. അപ്പൊ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഇനി മേലോട്ട് കയറി പോവാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ സാധനങ്ങൾ എടുത്തിട്ട് കയറി പോകുന്ന ആണ് നമുക്ക് ജിൽഷാദിനെ ഓരോന്നോരോന്നൊക്കെ കൊടുക്കാം. ഇത്ര പോകുള്ളൂ. ഇനി പുള്ളിക്കാരൻ വെള്ളക്കുപ്പിയും കൊണ്ട് കയറുന്നുണ്ട്. നമ്മൾ പിന്നാലെ മറ്റു സാധനങ്ങൾ എടുത്തിട്ട് നമ്മളും കയറാൻ പോവാണ്. തോട്ടത്തിലുണ്ടാവും. ഈ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി എടുത്തിട്ട് പോവാം. അപ്പൊ പവർ ബാങ്കും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മള് മേലോട്ട് കയറാൻ പോവാണ്. ആ സാധനങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ എടുത്തെടുത്തോ. ആരടി പോയി ഇട്ടത്? അപ്പൊ ഞങ്ങള് കേറാണ്. അതെ, അപ്പൊ ഇവന്മാര് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കുവാന്ന് നമ്മള് നോക്കില്ല. അപ്പൊ ഗൈസ്, നമ്മൾ കയറി തുടങ്ങുകയാണ്. ഇവരെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന നമ്മളെ കുക്കും ഓളിനോളും ആയിട്ടുള്ള അബ്ദുൽ മച്ചാനാണ് ആ ഫ്രണ്ടിൽ പോകുന്നത്. പിന്നെ ഇദ്ദേഹം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. പുള്ളി വേറൊരു അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പൊ പുള്ളി ഈ വീഡിയോയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോയിൻ ചെയ്യുമായിരിക്കും. പിന്നെ നിങ്ങളുടെ തൊട്ട് ബാക്കിലുള്ള ആള് ഇദ്ദേഹം അന്നത്തെ 1 മില്യന്റെ ആളാണ്. പുള്ളി ഇന്നും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിരിക്കും. അതിൽ വേറെ വർത്താനമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിന് തൊട്ട് പിറകിലുള്ളത് എൻ്റെ കസിൻ ബ്രദറും ഫ്രണ്ടും എല്ലാമാണ്. പുള്ളിയുടെ പേര് വൈഷ്ണവ് മച്ചാൻ. പിന്നെ ക്യാമറയ്ക്ക് പുറകിലെല്ലാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷുഹൈബ് മച്ചാനുണ്ട്. അപ്പം നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മലനിരകളും കാര്യങ്ങളും എല്ലാം ആണ്. നമ്മളിപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുട്ട് കൂടി വരുന്ന അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. കയറിയിട്ട് ഒരുപാട് കാലമായി നമ്മൾ നടന്നിട്ട് അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗം കണ്ടില്ല, ഒരു കംപ്ലീറ്റ് കാട് ഏരിയയാണ്. ഇവിടെ നമുക്കിനി ഏറ്റവും പ്രത്യേകത എന്നുള്ളത്, നമ്മൾ ഈ പോകാൻ പോകുന്ന ഏറുമാടത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പറമ്പ്. ഈ തൊട്ടപ്പുറത്തുള്ള പറമ്പ് ശ്മശാനാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിന് സർപ്രൈസ് ആക്കിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു പറമ്പ് എന്ന് പറയുന്നത് ശ്മശാനവും അവിടെ നമ്മൾ ഏറുമാടമാണുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സർപ്രൈസ്. അത് മാത്രമല്ല, ഇനി അവിടെ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സർപ്രൈസും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി കാണാം. എന്ന് പറഞ്ഞവനാണ് ദേ അവിടെ നിൽക്കുന്നത്. ബാക്കി സ്റ്റെപ്പും കൂടെ കയറാൻ പറ്റാണ് നിൽക്കുന്നത്. ഇവനാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇറങ്ങാം, വീണ്ടും കയറാം എന്നൊക്കെ പറഞ്ഞ ആള്. പുള്ളിയുടെ കാറ്റ് ഇപ്പം തന്നെ പോയിട്ടുണ്ട്. പിന്നെ മേളിലെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഓക്കെ ഗൈസ്, ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. ഈ ടോപ്പിൽ നിങ്ങൾ കാണുന്ന ഒരു വ്യൂ തന്നെ കാണാമല്ലോ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഏറുമാടത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കരിപ്പൂർ എയർപോർട്ട് കാണാവുന്നതാണ്. അപ്പോൾ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ പോലും
ഇത്രയും ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്മശാനം. ഇതിന് അങ്ങോട്ട് ഈ തൊട്ടപ്പുറത്തെ പറമ്പെന്ന് പറഞ്ഞ ശ്മശാനമാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിന് തൊട്ടടുത്ത് ഒരു 2 അടിയും കൂടെ അങ്ങോട്ട് നടന്നാലാണ് നമ്മൾ നമ്മുടെ ഏറുമാടം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏറുമാടത്തിന്റെ കാഴ്ചകളിലോട്ട് നീങ്ങാൻ പൂള എല്ലാ കാര്യങ്ങളും കൃഷി സെറ്റ് ചെയ്തിട്ടുണ്ട്. ന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഹൈബ് മച്ചാനും ജിൽഷാദ് മച്ചാനുമാണ്. അഭിഷേക് വരും പറയുന്നുണ്ട്. പുള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിവിടെ പുള്ളിനെ കൂട്ടി ചില്ലാക്കും. പിന്നെ നമ്മുടെ അതുൽ മച്ചാനും അഭിരാം മച്ചാനും ഇവർ രണ്ടുപേർക്കും ഇന്ന് എന്തോ ഒരു ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളം പോകാന്നല്ല പറഞ്ഞത്. അവർക്ക് അങ്ങനെ എന്തോ ഒരു ചെറിയ തിരക്കുണ്ടെന്നുള്ളത് കൊണ്ടാണ്. പുള്ളിയുടെ കാര്യം ഉറപ്പായിട്ടില്ല. നമ്മൾ 3 പേര് എന്തായാലും ഷുവറാണ്. അപ്പൊ ഇനി ബാക്കിയെല്ലാം നമുക്ക് ഏറുമാടത്തിന് മുകളിൽ കയറിയിട്ട് ശരിയാക്കാം. ടോർച്ചിന്റെ അടുത്ത് കുറച്ചില്ല. ഓക്കെ ഗൈസ്, നമ്മളപ്പോ കരിപ്പൂർ എയർപോർട്ട് കാണാന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയാം. നമ്മൾ കയറി എത്തിയപ്പോഴേക്കും കുറച്ച് വൈകി പോയി. നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമെന്നല്ലത് ആ കാണുന്ന ആ മിന്നുന്ന ഒരു ചെറിയ ബൾബൊക്കെ മിന്നുന്ന കണ്ടില്ലേ, അവിടെയാണ്. ബൾബല്ല, ഇത്രയും പവറുള്ള ലൈറ്റാണ്. നമുക്ക് ഇവിടെ നോക്കിയിട്ട് അത്ര കാണുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മളവിടെ കരിപ്പൂർ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ അതുൽ മച്ചാൻ കയറിയിട്ട് ആ ഷീറ്റ് ശരിയാക്കിയെടുത്ത് ശരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഇന്ന് രാത്രി ഏറുമാടത്തിൽ നിൽക്കുന്നത്. നമ്മൾ ഏറുമാടത്തിന്റെ അകം മുഴുവനായിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണമെങ്കിൽ ഇവിടെ ഇതെല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോകാം. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏറുമാടത്തിന്റെ ഒരു ഉൾവശമാണ്. നമ്മളിങ്ങനെ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് താമസിക്കാൻ പറ്റും. അത്രയും ലക്ഷൂറിയസ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിന്റെ മുകളിൽ വരുന്ന ഈ ഒരു പനവല ഇതെല്ലാം നമ്മൾ വെട്ടിയിട്ട് നമ്മൾ തന്നെ കൊണ്ടുവന്ന് മേഞ്ഞ് നമ്മൾ പുറത്തുനിന്നല്ല നമ്മുടെ തന്നെ സ്ഥലത്തുനിന്ന് കവുങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഏറുമാടത്തിന്റെ ഒരു തറയുടെ ഭാഗവും കാര്യങ്ങളും എല്ലാം. ഒരു അടിപൊളി വ്യൂ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ വൈകുന്നേരമാണ് കയറിയിട്ട് എത്തിയത്, നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും നമ്മളത് നാളെ രാവിലെ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഒരു സൺറൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂയുടെ ഭംഗി എത്രത്തോളം എന്നുള്ളത് നമുക്ക് ആ ഒരു രാവിലെ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. എങ്ങനെ ആരോ എന്തോ പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ വരടാ, പ്രശ്നമുള്ള ഏരിയ അല്ലേ. നിങ്ങൾ പോയിക്കോളി, പേടിക്കണ്ട. നിങ്ങൾക്ക് പേടിയല്ലേ? പേടിയുള്ളവരോട് വെക്കണ ഞാൻ വിട്ടോളി. ലൈവിടാ കുറച്ചുണ്ട്. ഉണ്ടല്ലേ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ലൈറ്റ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ ഒരു വൈബ്, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി നമ്മളൊരു മെഴുകുതിരി എല്ലാം കത്തിച്ചു വെച്ച് നല്ല നൊസ്റ്റു പാട്ട് കേട്ട് ഭയങ്കര ഫീലായിട്ട് ഇരിക്കുകയാണ് ഇവരെല്ലാരും. അപ്പോ ഇനിയിപ്പോ നമ്മളെ കാണുമ്പോൾ നമ്മുടെ അഭിമച്ചാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളി വരില്ല എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്, പക്ഷെ പുള്ളി എത്തിയിട്ടുണ്ട്. നമുക്ക് പുള്ളിയുടെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. കണ്ടി മലക്കാണ് വിറകെടുക്കാൻ. അപ്പോൾ ഇവിടെയൊക്കെ പെരുങ്കാട് അങ്ങനെ കാണാതിരുന്നല്ല. ഇപ്പോഴാണ് പിന്നെയൊന്ന് വെട്ടിത്തെളിച്ച് നന്നാക്കൽ തുടങ്ങി. പണ്ടൊക്കെ നല്ല കാടാണ്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലേസിൻ്റെ ഒരു രണ്ട് തൊടി അപ്പുറത്ത് ചുടലേന്. അപ്പോൾ നമ്മളെ അഭിരാമിൻ്റെ അച്ഛമ്മ ഉണ്ടല്ലോ, ഓല് മാത്രമുള്ള ഈ ഏരിയന്ന്. ബാക്കിയൊക്കെ ഞങ്ങളെ തറവാട് അപ്പുറത്തെ ഭാഗത്താണ്, അവിടെ നിന്നുള്ളതാണ്. അപ്പോൾ ഓൻ്റെ അച്ഛമ്മ കുറച്ച് ലേറ്റായി. അങ്ങനെ ഓൻ്റെ അച്ഛമ്മ പെട്ടെന്ന് വരാൻ ഈ ചുടല വഴി വന്നു. ചുടലേൻ്റെ അടുത്തുള്ള സ്ഥലത്ത് കൂടെ വന്നു. അങ്ങനെ കേട്ടോ കേട്ടിട്ടുള്ളതുള്ളൂ. അങ്ങനെ വന്നു. വീട്ടിലെത്താൻ നേരത്തെ പോലെ ബാക്കിലൊരു ഉമ്മ സ്ത്രീ ഉണ്ട്, വയസ്സായ.
അപ്പൊ അവരെ ഇവിടെ അധികം ആരും കണ്ടില്ല, ഇവിടെ എവിടെയും കണ്ടില്ല. ഇവിടെ നാട്ടുകാരാണ് ഇപ്പൊ നമ്മളെല്ലാരും കാണുമല്ലോ, ഇവിടെ കണ്ടില്ല. അപ്പൊ അഭിരാമിന്റെ അച്ഛമ്മ അന്വേഷിച്ചു ആരാണെന്നൊക്കെ. പോലും പറഞ്ഞു ഓല് ഇങ്ങനെ വന്നതാണ്. അപ്പൊ നടക്കാൻ വയ്യ തീരെ, കാലിനെന്തൊരു മുള്ളും ഉണ്ട്. അപ്പൊ തീരെ നടക്കാൻ വയ്യ. അത് പറഞ്ഞ് കുറച്ച് വെള്ളം കിട്ടും വെച്ച് കുടിക്കാൻ. അപ്പൊ നമ്മൾ അഭിരാമിന്റെ അച്ഛനൊക്കെ ചെറുതാ, മൂപ്പരൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ അടുത്ത് കുറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവര് വെള്ളം എടുക്കാൻ പോയി. അപ്പം അതിന് തീരെ നടക്കാൻ വയ്യുന്നു. അഭിരാമിന്റെ അച്ഛമ്മന്റെ അപ്പം അങ്ങോട്ട് കയറി വന്നപ്പോഴൊന്നും തീരെ നടക്കാൻ വയ്യുന്നു. വെള്ളം എടുത്ത് വന്നപ്പോ ഈ സ്ത്രീനെ കാണില്ല. അത്രേ ഉള്ളു സംഭവം. അത്രേ ഉള്ളൂ. പക്ഷെ അത് എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ടോപ്പിക്ക് ആ ഒരു സ്ത്രീ അങ്ങനെ കയറി വന്നു അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വന്നു ഇറങ്ങി വന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെള്ളം എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇറങ്ങിപ്പോയാൽ നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കാണേണ്ടതാണ്. ആള് മിസ്സായി. അതാണ് ഇവിടുത്തെ ഒരു അത്രേ ഉള്ളൂ സംഭവം. പക്ഷെ അതിപ്പോഴും എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. നമ്മള് സന്ധ്യ നേരത്തൊക്കെ ആകുമ്പോ ഇവിടുന്ന് ഇവിടെ അധികം നിക്കണ്ടെന്ന് എല്ലാവരും പറയുന്നത്. പഴമക്കാരല്ലേ നമ്മള് ഫസ്റ്റ് ടൈം തന്നെയാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു മഠത്തിനുള്ളിൽ ഈ ഒരു സമയത്ത് നമ്മൾ നിൽക്കുന്നത്. അല്ല എന്ന് 7 മണിന്റെ മുന്നേ അന്ന് ബാങ്ക് കഴിഞ്ഞിട്ട് ഇരുട്ടാവുന്ന ഒരു സമയം, ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഇരുട്ടാവുമല്ലോ. ഇരുട്ടായി കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ട് ഇറങ്ങാനാണ്. ചുറ്റും അങ്ങനെ അതുപോലെയുള്ള എല്ലാ ഇതെന്താ ജാക്കറ്റോ അങ്ങനത്തെ എല്ലാ അടിപൊളി സെറ്റപ്പും ആയിട്ടാണ് വരുന്നത്. നമുക്ക് പുള്ളിക്കാരനെ കൈ പിടിച്ച് കയറ്റാം. ഓക്കെ, അല്ല സാധനം പിടിക്കണോ? തന്തപ്പൊടി നമുക്ക് 2 പഴമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കേറിയതിന്റെ ഇടയ്ക്ക് ഒരു പഴം എങ്ങാണ്ട് താഴെ വീണ് തോന്നുന്നു. പുള്ളിനെ നമ്മൾ രണ്ടാമത് ഇറക്കിയിട്ട് വീണ്ടും കയറുന്നുണ്ട്. പവർ ബാങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കോപ്പിറൈറ്റ് എടുക്കട്ടോ ഇങ്ങനെ പാടിയാൽ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇപ്പൊ ഒരുപാട് സമയമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇപ്പൊ സമയം 8 മണിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ കുട്ടിക്കാലത്തെ പല നൊസ്റ്റുകളും കഥകളും എല്ലാം പറഞ്ഞ് ചിലർ പ്രേതകഥയൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ ഇന്നത്തെ ഡേയുടെ ഒരു കിഡ്ലൻ സർപ്രൈസ് ഉണ്ട്. അത് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. നമ്മുടെ ജിൽഷാദ് ഖാന്റെ സ്പോൺസറാണ് മന്തിയും പിന്നെ അതുപോലെ തന്നെ അൽഫാമും പുള്ളിക്കാരന്റെ സ്പോൺസറാണ്. അപ്പൊ നമ്മൾ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിലാണ് വൈഷ്ണവ് മച്ചാൻ കയറി വരുന്നത്. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഗുഡ് നൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പുള്ളി നേരത്തെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പുള്ളിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ആക്കിപ്പോ ഇങ്ങോട്ട് കയറാൻ പറ്റിയ അവസ്ഥയല്ല. മലന്റെ ഉറക്കം എങ്ങനെ ഒറ്റക്ക് കയറിയെന്ന് ചെക്കന് ധൈര്യമുണ്ട്. ബിജിഎം ഇട്ട് കൊടുക്കും. നല്ല കിതക്കുണ്ട്, നല്ല ഓടി കിതച്ച് പയ്യനാ. ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. ഇതൊരു തീറ്റൊരു തൊഴിലാക്കി എടുത്തേക്ക രണ്ടും കൂടെ. എനിക്ക് പറ്റിയ കമ്പനിയാ ദിൽഷാദ്. ഞാൻ ഫുഡ് മാത്രം സംസാരിച്ചേക്കാവുള്ളൂ. ഇവനെ കൊണ്ട് ക്യാപ്സി കെട്ടി ഞാൻ കുടുങ്ങിയാണോ ചെന്ന ക്യാപ്സി പോയി നിങ്ങള്. ഞങ്ങളിപ്പോ എടുത്ത് ചിക്കനില് ഇവൻ എന്നിട്ട് ഇവ പെരുന്തീറ്റ ചൂടൊന്നും അവന് വിഷയമല്ല. പെരുന്തീറ്റ ലാസ്റ്റ് ഇവ തിന്നിട്ട് എന്റെ മുഖത്ത് നോക്കി നിൽക്കാം. ഞാൻ എന്നിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നില്ല. സത്യം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും ആ ഒരു ആലസ്യത്തിൽ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ആ ഒരു സർപ്രൈസിലേക്ക് കിടക്കാം. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് നമ്മൾ ഇവിടുത്തെ ഈ കഥകളുടെ എല്ലാം ബേസിൽ വെച്ചിട്ട് നമ്മൾ ഇന്ന് രാത്രി 12 മണിക്ക് ഓജോ ബോർഡ് കളിക്കാൻ പോവാണ്. ഓജോ ബോർഡ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് സെറ്റ് ആക്കുന്നതാണ്. നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന വിചാരിക്കുന്നത്, എല്ലാം ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ. അപ്പോ എല്ലാരും അവരുടേതായിട്ടുള്ളത് നമുക്ക് 12 മണിക്ക് ഓജോ ബോർഡിൽ കാണാം. ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ പുതിയാതെ ഹൃദയം കണ്ടെത്താദൂരത്തെ കഞ്ചിമും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോലാകവേ ചൂടുമോ വിടവാങ്ങുമീ രാത്രികൾ
ആകാശമേ നീ പെയ്യുമോ പ്രണയാഗമീ ചാലിൽ ഇന്നിതാ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ സർപ്രൈസിന് വേണ്ടിയുള്ള സമയമാണ്. അപ്പൊ ഇതിപ്പോ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നമ്മുടെ ഇത്ര സമയം കാത്തിരുന്ന ഓജോ ബോർഡാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മളിനി ഈ ഓജോ ബോർഡ് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ ഈ 5 രൂപ കോയിനാണ് നമ്മൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടോ. 1 2 3. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. കയ്യാണോ പോയിനാണോ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നമ്മൾ എന്ത് ചെയ്തിട്ടും അനങ്ങുന്നില്ല ഗൈസ്. നീ ഒന്ന് പറഞ്ഞു നോക്കുന്ന. ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ടാണ് വിളിച്ചത്. പക്ഷെ ഈ ബോർഡിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മാറ്റി പിടിച്ചു നോക്കാം. നമ്മൾ വേറൊരു ബോർഡും കൂടെ ഉണ്ട്. നമുക്ക് ഇതിലൊന്ന് പിടിച്ചു നോക്കാം. ഇത് കണ്ടിട്ട് തന്നെ ഒരു ഹൊറർ ഫീലുണ്ട്. ഇതിൽ മിക്കവാറും പോകും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. 5 രൂപ മറച്ചു വെച്ചാലും സ്റ്റാർട്ട് ചെയ്യാണ്. തലകുത്തനെ ഇത് ഇവിടെ നോക്കുമ്പോൾ നേരെ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 ഒന്ന് കയറി വായോ. ഞാൻ ആത്മാവ് കയറി വയ്യാടും പിടിച്ചു. ചിലപ്പോൾ അങ്ങോട്ടും പോകണമെന്നുള്ള കൺഫ്യൂഷൻ. അത് ശരി, അവിടെ പിടിച്ചോ. 1 2 3. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 ഗുഡ് സ്പിരിറ്റ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. മലയാളം പറഞ്ഞത്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണ്? ഉങ്ക പേര് സൊല്ലുങ്ക. ഉങ്ക പേര് സൊല്ലുങ്ക ചാമി. ആപ്കാ നാം ക്യാ ഹെ ഭായ്? നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? നിങ്ങൾ എങ്ങനെയാണ് മരിച്ചത്? പ്ലീസ് പറയൂ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് റെസ്പോൺസ് പ്ലീസ്. മോനെ ഒച്ച കേൾക്കണ്ടോ? ആ വോയിസ് കിട്ടുണ്ടോ? അല്ല, ഓടിയിടുന്ന സൗണ്ട് ഈ നേരത്ത്. മക്കളെ, ഗുഡ് സ്പിരിറ്റ് നിങ്ങളുടെ പേരെന്താണ്? വാട്ട്സ് യുവർ നെയിം? ഉത്തരമില്ലാത്ത കുറുക്കന്മാരാണത്. അപ്പോൾ ഓക്കെ ഗൈസ്, എന്താണെന്നറിയില്ല. നമ്മൾ കുറേ വിളിച്ചിട്ട് നമ്മളാകെ സെറ്റാക്കി. എന്താണെന്നറിയില്ല, നമ്മളൊരു വേറെ കള്ളം വന്നു. നമ്മൾ 2 ഡിഫറെൻറ്റ് ബോർഡ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ 2ലും നമ്മളോട് നോ റെസ്പോൺസാണ് കാണിച്ചത്. അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരീക്ഷിച്ചറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇതൊക്കെ വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ തട്ടിപ്പുകാരങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മളങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ഇവിടെ എല്ലാം ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോകണം. നാളെ നമുക്ക് രാവിലെ സൺറൈസിന് കാണാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളൊക്കെ ഇവിടെ എണീറ്റിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജിൽഷാദ് മച്ചാൻ ഇതാ കിടന്നുറങ്ങുന്നത്. ഞങ്ങൾ 2 പേരുണ്ട്. പിന്നെ ഇതാ ഷുഹൈബ് മച്ചാനും കിടന്നുറങ്ങുന്നത്. പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സൂര്യോദയം കാണിച്ചു തരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ നമ്മൾ ഒരുപാട് നോക്കിയിരുന്നു. പക്ഷെ ഇവിടെ കോടയൊക്കെ ഇറങ്ങിയതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ആ സൺറൈസ് മിസ് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ പോലും ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളി തന്നെയാണ്. ഈ ഒരു സമയത്ത് ക്യാമറയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം അത് എഫക്റ്റ് ആവുന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്.
ഓക്കെ ഗൈസ്, നമ്മളെല്ലാരും എണീപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മടക്കി എല്ലാം വൃത്തിയാക്കി ഇനി നമ്മള് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ബാക്കി നമുക്ക് താഴെ പോയിട്ട് ശരിയാക്കാം. അതെ അതെ, രണ്ടെണ്ണം. അപ്പൊ ഓക്കെ ഗൈസ്, ഇതോടുകൂടെ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പൊ ഇതിലും കീഴ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഫുൾ ക്രൂ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരിയാണ്.